السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കൂടുതൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത് പകർത്താനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞ് ഏകദേശം ഖദീജ ബീവിയുമായിട്ടുള്ള വിവാഹത്തോടടുത്ത സംഭവങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും കേട്ടിരുന്ന? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളും ബറക്കാത്തുകളൊക്കെ കണ്ട് ഖദീജ ബീവിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടിയിട്ട് നഫീസ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയെ ഏർപ്പാടാക്കി വളരെ തന്ത്രപരമായ രീതിയിൽ നബിതങ്ങളെ കൊണ്ട് തന്നെ വിവാഹത്തിന് ഇങ്ങോട്ട് സമ്മതിപ്പിക്കുന്ന ആവശ്യക്കാരനായി വരുത്തുന്ന രീതിയിൽ സംസാരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ ബീവി വരാൻ വേണ്ടി പറയുന്നുണ്ട്, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി തയ്യാറാകുന്ന വരെയുള്ളത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് ഒരു വിവാഹത്തിനെ കുറിച്ചാണ്, ഒരു വിവാഹത്തിൻ്റെ കഥയെക്കുറിച്ചാണ്. ഈ വിവാഹം ആരൊക്കെ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഒന്ന്, അസ്സാദിഖുൽ അമീൻ അത്താഹിറ അൽ അഫീഫയെ വിവാഹം കഴിച്ചതിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. വരൻ്റെ പേരിന്നത് എന്ന് പറയുന്നതിന് പകരം വരൻ്റെ രണ്ട് വിശേഷണങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് അസ്സാദിഖ്, സത്യസന്ധൻ, അൽ അമീൻ, വിശ്വസ്തൻ. ഈ രണ്ട് സിഫത്തുകളും 25 വർഷത്തെ ജീവിതം കൊണ്ട് സ്വന്തമായിട്ട് ചെയ്ത സമ്പാദിച്ചെടുത്ത ഒരു മഹാനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് ഇവിടെ വരൻ. വധുവോ അതിനപ്പുറം അത്താഹിറ അൽ അഫീഫ. 40 വർഷം, ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം 40ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിയുടെ വിവാഹം നടക്കുന്നത്. അതല്ലാത്ത അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അധിക പണ്ഡിതന്മാരും സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് 40 വയസ്സാണ്. ആ 40 വയസ്സിലെ മക്കയിലുള്ള ജീവിതത്തിൽ എല്ലാ വൃത്തികേടുകളും എല്ലാ തമ്മാടിത്തരങ്ങളും എല്ലാ അശ്ലീലതകളും തിമർത്താടിയിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കൂത്തമ്പലമായിരുന്ന മക്കയിൽ 40 വർഷത്തോളം ജീവിക്കുകയും ആ 40 വർഷത്തെ ജീവിതം കൊണ്ട് അത്താഹിറ, പരിശുദ്ധിയുള്ളവൾ, അൽ അഫീഫ, പതിവൃത്തയായ സ്ത്രീ എന്ന രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ജീവിതത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് ആർജിച്ചെടുക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ഇവിടെ വധു. ആലോചിച്ച് നോക്കിയേ, 40 വയസ്സ് വരെ അവരുടെ ആ ഗുണം കൊണ്ട് നടന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായി 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എത്ര ബ്രേക്കപ്പ് ആവും, എത്ര റിലേഷൻഷിപ്പ് ആവും, എത്ര ചീറ്റിംഗ് ആവും അല്ലേ? അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് 40 വയസ്സായിട്ട് ഖദീജ ബീവി അറിയപ്പെടുന്ന എന്ത് പേരില്ല? അത്താഹിറ അൽ അഫീഫയാണ്. അവരുടെ ഇഫാഫിന് ഒരു കുറവും സംഭവിച്ചില്ല, ഇഫത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയപ്പെടുന്നത്? അസ്സാദിഖുൽ അമീൻ. അപ്പോൾ ഒരു ചില്ലറ കല്യാണത്തെക്കുറിച്ചല്ല, ഒരു ചെറിയ മാരേജ് ഫംഗ്ഷനെ കുറിച്ചല്ല പറയും. അതിൻ്റെ മട്ടിലും ഭാവത്തിലും ഒക്കെ നമ്മളെപ്പോലെ ഇന്ന് 3-4 ദിവസം നീണ്ടു നിൽക്കുന്നത്, ലോകത്തുള്ള എല്ലാതരം ഫുഡുകൾ വിളമ്പപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധനം കൊടുക്കപ്പെട്ടത്, ഏറ്റവും വലിയ കാറ് ഹെലികോപ്റ്ററിൽ വന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ചരിത്രത്തിൽ തന്നെ നടന്ന വിവാഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തരമായ ഒരു വിവാഹം അസ്സാദിഖുൽ അമീൻ ആരാ വിവാഹം കഴിക്കുന്നത്? അത്താഹിറ അൽ അഫീഫയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞ സ്ത്രീയായിരുന്നു, വിധവയായിരുന്നു അവർ. എത്ര വിവാഹം കഴിച്ചിരുന്നു? ഒന്നല്ല, 2 വിവാഹം കഴിച്ചിരുന്നു. ഒന്ന് അതീഖ് ഇബ്നു ആയിദ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് വിവാഹം കഴിച്ചിരുന്നു. അതിലൂടെ അബ്ദുള്ള എന്നുള്ളൊരു മകനും ഹിന്ദ് എന്നുള്ളൊരു മകളുമുണ്ട്. രണ്ടാമത്തത് അബൂ ഹാല ഇബ്നു മാലിക്, അദ്ദേഹത്തിൻ്റെ പേര് ഹിന്ദ് എന്നാണ്, അദ്ദേഹം കുനിയത്ത് വിളിപ്പേരാണ് അബൂ ഹാല എന്ന് പറഞ്ഞു. ഹിന്ദ് എന്ന പേരുള്ള അബൂ ഹാലയുമായിട്ടും അവർ വിവാഹം ചെയ്തിരുന്നു. അതിലും അവർക്ക് മക്കളുണ്ട്. ഒരു ആൺകുട്ടി ഹാലയുണ്ട്, പിന്നെ ഒരു ആൺകുട്ടി ഹിന്ദ് എന്ന പേരുള്ളതുണ്ട്, പിന്നെ സൈനബ് എന്ന പേരിൽ ഒരു മകളുമുണ്ട്. അങ്ങനെ 2 വിവാഹം കഴിച്ച് ഏകദേശം 5ഓളം മക്കളുള്ള 40 വയസ്സായ, പ്രബലമായ അഭിപ്രായത്തിൽ 40 വയസ്സായ ഒരു സ്ത്രീ, അവരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരെയാണ് 25 വയസ്സുള്ള അന്നത്തെ ടോക്ക് ഓഫ് ദ ടൗൺ നമുക്ക് പറയാം.
മാർക്കറ്റിലെ അല്ലെങ്കിൽ അന്നത്തെ പട്ടണത്തിലെ സംസാര വിഷയമായി മാറിയ, അന്ന് എല്ലാവരും വിവാഹം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചു പോകുന്ന, സമ്പത്തിൽ കുറച്ച് ബാക്കോട്ടായിരുന്നേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതിയിലായിരുന്നു. അങ്ങനെ 25 വയസ്സ് പ്രായമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിവാഹം കഴിച്ച് 5ഓളം മക്കളുള്ള 40 വയസ്സായ ഒരു ഖദീജ ബീവിയെ വിവാഹം കഴിക്കണമെങ്കിൽ അതിൽ തന്നെ ഉണ്ട് ഇന്നത്തെ യുക്തിവാദികൾക്കും ഓറിയൻ്റലിസ്റ്റുകൾക്കുള്ള ഒരു മറുപടി. സ്ത്രീലമ്പടനാണ്. അല്ലാഹു അക്ബർ. മആദല്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് വിവാഹം കഴിച്ച ആളാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയ ആളാണെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്, അത് നാവുകൊണ്ട് പറയാൻ പോലും നമുക്ക് ധൈര്യം വരുന്നില്ല. അതിനൊക്കെയുള്ള ഏറ്റവും വലിയ മറുപടി എന്താ? സ്ത്രീകളോട് ആഗ്രഹമുള്ള ആൾ ഇങ്ങനെയുള്ള വിവാഹമാണോ കഴിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിവാഹം, ആ മഹാമനുഷ്യൻ്റെ ആദ്യത്തെ വിവാഹം അല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ത്രീയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വിവാഹം ചെയ്യുന്നത്. അതിനുശേഷം വിവാഹത്തിൻ്റെ ആലോചനകളൊക്കെ നടന്നു. ആലോചനക്ക് മുൻകൈ എടുത്തത് ഖദീജ ബീവിയുടെ അടുത്ത സുഹൃത്ത് നഫീസ എന്നവരാണ് ആലോചനയ്ക്ക് വേണ്ടി മുൻകൈ എടുത്തത്. അവരുടെ ആലോചനയിലൂടെ വിവാഹത്തിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൊച്ചാപ്പന്മാരോട് വിവരം അറിയിച്ചു. കൊച്ചാപ്പന്മാർക്കൊക്കെ സന്തോഷമായി, അവരൊക്കെ കഴിച്ചോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ അടുക്കലേക്ക് വിവാഹാലോചനയ്ക്ക് വേണ്ടിയും അഖദ് നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ടും പോവുക. അപ്പോൾ ഖദീജ ബീവിയുടെ വാപ്പ അന്ന് ജീവിച്ചിരിപ്പില്ല. അവർ വാപ്പ പ്രബലമായ അഭിപ്രായത്തിൽ ഹർബുൽ ഫിജാർ എന്ന് നമ്മൾ പണ്ടൊരു യുദ്ധത്തെ പറ്റി പറഞ്ഞല്ലോ, മക്കയിൽ നടന്ന, അതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. ചില റിവായത്തുകളിൽ വാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, വാപ്പയാണ് വിവാഹം ചെയ്തു കൊടുത്തതെന്നൊക്കെ പറഞ്ഞ റിവായത്തുകളുണ്ട്. അതൊക്കെ ലൈഫായ റിവായത്തുകളാണ്. പിന്നെ ആരെ വിവാഹം ചെയ്തു കൊടുത്തത്? അംർ ബിൻ അസദ് എന്ന് പറഞ്ഞ കൊച്ചാപ്പയാണ് ഖദീജ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഖദീജ ബീവി കൊച്ചാപ്പയെ വിളിച്ച് റെഡിയാക്കി വെച്ചു വിവാഹത്തിൻ്റെ അഖദൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൊച്ചാപ്പന്മാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിവാഹത്തിന് വേണ്ടിയിട്ട് പോയ കൊച്ചാപ്പന്മാരാരൊക്കെയാണ്? നമ്മളും പോകാൻ വേണ്ടി പോവുക, വിവാഹ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുക. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ വിവാഹ സദസ്സിൽ? വധുവിൻ്റെ ഭാഗത്ത് നിന്ന് കൈ കൊടുക്കാൻ വേണ്ടി ആരാ വന്നിട്ടുള്ളത്? ഖദീജയുടെ കൊച്ചാപ്പ. എന്താ പേര്? അംർ ബിൻ അസദ്. വരൻ്റെ ഭാഗത്ത് നിന്ന് വരൻ്റെ കൂടെ കാരണം വലിയ ആളുകളായിട്ട് ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ അബൂ താലിബ്, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു. നമ്മൾ ബാക്കിയുള്ള വിവാഹങ്ങളുടെയൊക്കെ വിശദീകരണങ്ങൾ ഒരുപാട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടി ഖദീജ ബീവിൻ്റെ അടുക്കലെത്തി, കൊച്ചാപ്പയെ കണ്ടു, വിവാഹാലോചനകളൊക്കെ നടത്തി, ഏകദേശം കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിക്കാഹിൻ്റെ സദസ്സിൽ നമ്മളിപ്പോൾ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ട് മുളർ ഗോത്രത്തിലെ ബാക്കിയുള്ള നേതാക്കളൊക്കെ അവിടെ സമ്മേളിച്ചു. അവരൊക്കെ വന്നു, നിക്കാഹ് തുടങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ ആക്കിയതിന് മുമ്പ് എന്ത് വേണം? സാധാരണ ഖുത്ബ വേണ്ടേ? ഖുത്ബ വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ ഒരു ഖുത്ബ ഓതപ്പെട്ടിട്ടുണ്ട്. ആരാ ഖുത്ബ ഓതാൻ വന്നത്? അന്നത്തെ പള്ളിയിലെ ഖത്തീബാണോ? ഖത്തീബല്ല. നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ഖുത്ബ ഓതാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൻ്റെ സദസ്സിൽ ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് ആർക്കാ ഭാഗ്യം കിട്ടിയത്? ആരാ പോകുന്നത്? നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ അബൂ താലിബ് ഇങ്ങനെ എഴുന്നേൽക്കുന്നു. രംഗം കാണുന്നില്ല കണ്ണിൽ? അദ്ദേഹം ഒരു ഖുത്ബ നടത്താൻ വേണ്ടി പോവുക. ആ ഖുത്ബ നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. നബി തങ്ങളുടെ നിക്കാഹിൽ ഓതപ്പെട്ട ഖുത്ബയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വായിച്ചൂടെ? അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹീം വസർഇ ഇസ്മാഈൽ വളിഇ മഅദ് وجعلنا حضنة بيته وسواس حرمه وجعل لنا بيتا محجوجا وحرما آمنا وجعلنا الحكام على الناس ثم إن ابني أخي هذا محمد بن عبد الله لا يوزن برجل إلا رجح به شرفا ونبلا وفضلا وعقلا فإن كان في المال قل فإن المال ظل زائل وأمر حائل ومحمد صلى الله عليه وسلم ممن قد عرفتم قرابته وقد خطب إليكم راغبا كريمتكم خديجة رضي الله عنها وقد بذل لها من الصداق ما حكم عاجله وآجله 12 أوقية ذهبا ونشا وهو والله بعد هذا له نبأ عظيم وخطر جليل جسيم. ഖുത്ബയിൽ എന്തൊക്കെ പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറയാം, ആശയം പറയാം. പരമ്പരയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു,
തങ്ങളെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഖുറൈശികളുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, കാബയുടെ പരിചാരകരാക്കി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം എൻ്റെ സഹോദരൻ പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ വാക്ക്, എൻ്റെ ഈ കുട്ടിയെ ബാക്കിയുള്ള ചെറുപ്പക്കാരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ബുദ്ധിയുടെ വിഷയത്തിലും മഹത്വത്തിൻ്റെ വിഷയത്തിലും പക്വതയുടെ വിഷയത്തിലൊക്കെ അവനായിരിക്കും മികച്ചു നിൽക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം പറഞ്ഞൊരു വാക്കല്ലേ, മനസ്സിൽ തട്ടിപ്പോകുന്ന വാക്കാണ്. പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം ഒരു കുറവുണ്ട്, അത് സമ്പത്താണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ അവൻ ഈ പറഞ്ഞ നിങ്ങളുടെ വധുവിൻ്റെ പണിക്കാരനായിട്ട് പോയ ആളാണ്, ആ കച്ചവട സംഘമായിട്ട് പോയ ആളാണ്. ഫൈൻഖാന ഫിൽമാലി കൊല്ലുൻ, അതിലൊരു കുറവുണ്ടെങ്കിലും ആ മാല് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുന്ന ഒരു നിഴൽ മാത്രമല്ലേ, ഒരു തണൽ മാത്രമല്ലേ. അമ്രുൻ ഹായിൽ, അതെപ്പോഴും നശിച്ചു പോകുന്ന സാധനമല്ലേ, അത് വിഷയമാക്കണ്ട. പക്ഷേ അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ നേരിട്ട് അറിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം മഹറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹർ എത്രയാ? ഖദീജ ബീവി കൊടുത്ത മഹർ ഇസ്നത അശറത ഊഖിയതൻ ദഹബൻ വനശൻ, ഏകദേശം 12.5 ഊഖിയ സ്വർണ്ണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി കൊടുത്തത്. അങ്ങനെ ഖുതുബ കഴിഞ്ഞു. ഖുതുബയുടെ മറുപടിയായിട്ട് ഖദീജ ബീവിയുടെ വലി അമർ ബിൻ അസദ് കൊച്ചാപ്പ ചാടി എഴുന്നേറ്റു. ഹാദൽ ബിദ ലാ യുഖ്റഉ അൻഫുഹും, ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ആര് തടയാനാണ്, ആര് തട്ടി മാറ്റാനാണ്? ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമല്ലേ, ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടി അഖദ് നടന്നു. അഖദ് കഴിഞ്ഞ്, ഖുതുബ കഴിഞ്ഞ്, നിക്കാഹ് കഴിഞ്ഞ്, മഹർ പ്രഖ്യാപിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി എന്താ അടുത്ത പരിപാടിക്ക് വേണ്ടത്? എങ്ങോട്ടാ? ഫുഡ് അടിക്കുന്ന സ്ഥലം നോക്കണ്ടേ, വലിയ കഴിക്കണ്ടേ, പോണ്ടേ? അങ്ങനെ വലീമ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാം. അന്നത്തെ വലീമ എന്തായിരുന്നു? വൗലമ അലിഹ വനഹറ ജസൂറൻ ഔ ജസൂറൈൻ, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒട്ടകങ്ങളെ അറുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി ശേഷം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി വിവാഹം കഴിച്ച, ഇപ്പം വന്നു രണ്ടാൾ വന്നു, ആദ്യമായി വിവാഹം കഴിച്ച സ്ത്രീ ആരായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇനി വലീമയൊക്കെ കഴിഞ്ഞു, ഇനി അവർക്ക് വീട് കൂടണ്ടേ. ഏത് വീട്ടിലാണ് കൂടിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുമായിട്ട് വീട് കൂടിയത് ഖദീജ ബീവി താമസിച്ചിരുന്ന ആ വീട്ടിലായിരുന്നു, മക്കത്ത്. ആ വീട്ടിൽ, അതിൻ്റെ സ്ഥലം ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ പോയാൽ കാണാൻ പറ്റും. ഖദീജ ബീവി മക്കത്ത് താമസിച്ചിരുന്ന ആ വീട്ടിൽ തന്നെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കൂടിയത്. അവിടെ വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ജീവിച്ചത്. അവിടെ വെച്ച് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ കിട്ടിയ എത്ര മക്കളുണ്ട്? 4 6 മക്കളും പിറന്നു വീണത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ്. ആ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുബുവത്തിൻ്റെ 10-ാം വർഷം ഖദീജ ബീവി നബിയെ ഒറ്റക്കാക്കിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകുന്നതും വഫാത്താകുന്നതും ആ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഖദീജ ബീവിയുടെ വീട്ടിലാണ് അവർ വീട് കൂടിയതും പിന്നീട് അങ്ങോട്ടുള്ള താമസമൊക്കെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഖദീജ ബീവിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഒന്ന്, ആദ്യം വിവാഹം കഴിച്ചത് അവരെയാണ്. അവരുണ്ടായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു വിവാഹം ചെയ്തിട്ടില്ല. നിബിതങ്ങൾക്കുണ്ടായിരുന്ന മക്കൾ മുഴുവനും ഏത് ഭാര്യയിലൂടെ കിട്ടിയത്? ഖദീജ ബീവിയിലൂടെ മാത്രമാണ് കിട്ടിയത്. പിന്നെ ഇബ്രാഹിം എന്ന മകൻ മാരിയത്തുൽ കിബ്തിയ എന്ന് പറഞ്ഞ ഒരു അടിമ സ്ത്രീ, മുഖോക്കിസ് രാജാവ് നൽകുന്ന ഉപഹാരമായി നൽകിയ ഒരു അടിമ സ്ത്രീയിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഇബ്രാഹിം എന്ന മകനെ കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ കുട്ടി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ കുട്ടി ആരാ? ഫാത്തിമ ബീവി. ഖാസിം ആൺകുട്ടിയായിരുന്നു ആദ്യത്തെ കുട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആഗ്രഹിച്ചിട്ട് വിവാഹം കഴിച്ചു ഖദീജ ബീവിയെ. അതിനുശേഷം അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച്, ഇഷ്കിനെക്കുറിച്ച്, മുഹബത്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്കത് പറയാനുമുണ്ട്. അങ്ങനെ സ്നേഹിച്ച് കഴിയുന്ന ഈ ദമ്പതികൾക്ക് അള്ളാഹു ആദ്യത്തെ ഒരു കുട്ടി നൽകുക, അതിന് ഖാസിം എന്ന് പേരിട്ടു. അത് ആൺകുട്ടി, ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്നറിയില്ല, അത് ആദ്യത്തെ കൺമണി ആൺകുട്ടി കൂടിയാണ്. അപ്പോൾ ഇത്രയും സന്തോഷത്തിൽ ആ കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയും തമ്മിൽ കൂടിയിട്ട് വളർത്തിയിട്ട് ഏകദേശം ചരിത്രത്തിൽ കാണാം, ആ കുട്ടി യുമക്കിനുൽ മഷി, ഏകദേശം നടക്കാനുള്ള പ്രായമായപ്പോഴാണ് അള്ളാഹു അതിനെ തിരിച്ചു വിളിക്കുന്നത്. എന്താ ഈ നടക്കാനുള്ള പ്രായം? ചിലപ്പോൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കൊരു ചെറിയ കുട്ടിയോട്, നിങ്ങൾക്ക് അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. ഒരു ചെറിയ കുട്ടിയോട് നമുക്ക് മാനസികമായിട്ട് അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നത് ആ കുട്ടി ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വലുതായി നടക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആകുക. നമുക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത രീതിയിൽ അവരുമായിട്ട് നമ്മൾ അടുക്കുക. ആദ്യത്തെ 6 മാസം പെട്ടെന്ന് നമുക്ക് അടുക്കുന്നുണ്ടാവും, ഉമ്മയുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. 6 മാസം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഒരു പീരീഡ് ഇല്ലേ, പ്രത്യേകിച്ച് നടക്കുന്ന പ്രായമൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, ഉപ്പമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ. എന്നാലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ ആൺകുട്ടി അള്ളാഹു തിരിച്ചു വിളിക്കുന്നത് ആ നടക്കാനുള്ള 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുന്ന ആ സമയത്ത്, 18 മാസമൊക്കെ ആകുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ തിരിച്ചു വിളിക്കുന്നത്.
അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചിട്ടുണ്ടാവും, ഖദീജ ബീവി വേദനിച്ചിട്ടുണ്ടാവും. അഷ്റഫുൽ ഖൽക്കിന് ഒരു കുട്ടിയെ ഞാൻ നൽകി, ആ കുട്ടിയെ അള്ളാഹു തിരിച്ചു കൊടുക്കും. അപ്പോൾ അതിന് വിഷമിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട്, മുലകുടി മാറുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എൻ്റെ കുട്ടിയെ തിരിച്ചു പിടിച്ചല്ലോ ഹബീബെ എന്ന് ഖദീജ ബീവി വേദനയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് നുബുവത്ത് കിട്ടിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ കുട്ടിയെ തിരിച്ചു പിടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ബേജാറാകണ്ട, അവൻ്റെ മുലകുടി സ്വർഗത്തിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിനക്കത് കേൾപ്പിച്ചു തരാം, കാണിപ്പിച്ചു തരാമെന്ന് പറയും. വേണ്ട, ഞാൻ ക്ഷമിച്ചോളാമെന്ന് ഖദീജ ബീവി പറയുന്നത്. അപ്പോൾ ഖദീജ ബീവിക്കും നല്ല വിഷമായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 4 പെൺകുട്ടികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കുന്നത്. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ നുബുവത്ത് കിട്ടിയതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6ാമത്തെ കുട്ടി, അതായത് 2ാമത്തെ ആൺകുട്ടി അബ്ദുള്ള ജനിക്കുന്നത്. ആ അബ്ദുള്ളയുടെ വിളിപ്പേരാണ് താഹിറും തൊയ്യിബും, പരിശുദ്ധനായവൻ, തൊയ്യിബ് നല്ലവൻ. കാരണം എന്താ, നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് താഹിർ തൊയ്യിബ് എന്ന. ചില ആളുകൾ പറയും താഹിറും തൊയ്യിബും വേറെ തന്നെ ആൺമക്കളാണ്, അല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. താഹിറും തൊയ്യിബും ഈ അബ്ദുള്ളയുടെ വിളിപ്പേരാണ്. ഈ അബ്ദുള്ളയും ചെറിയ പ്രായത്തിൽ തന്നെ, നടക്കുന്ന പ്രായമൊന്നായില്ല, ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. ഈ അബ്ദുള്ള മരണപ്പെട്ടപ്പോഴാണ് ഖുറൈശികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആക്ഷേപിക്കാനും കളിയാക്കാനും തുടങ്ങിയത്. അബ്തർ എന്ന് വിളിച്ചത്, വാലറ്റ് പോയവൻ, പരമ്പരയില്ലാതായി പോയവൻ, അല്ലേ. മകൻ പോയ വിഷമത്തിൽ ഇങ്ങനെ വ്യസനിച്ചിരിക്കുന്ന ഒരാളെ, അത് പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ, കൊച്ചാപ്പയായ അബൂലഹബായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എല്ലാ വീട്ടിലും പോയി പറഞ്ഞു എന്നാ, നമ്മുടെ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കുട്ടിയും പോയി കേട്ടോ, ഓൻ പരമ്പര മുറിഞ്ഞവനായി എന്ന് തബ്ശീർ, സന്തോഷ വാർത്ത അറിയിച്ച് നടന്നു എന്ന്. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്ന വലിയ മാനസിക പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരിക്കലും ദുനിയാവ് സ്വർഗമാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ ജീവിതം സ്വർഗമാക്കപ്പെടണോ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിൽ ആദ്യത്തെ മകള് സൈനബ് റളിയല്ലാഹു അൻഹ, ആദ്യത്തെ മകള് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കഥ നമ്മുടെ ചരിത്രത്തിൻ്റെ ക്ലാസ്സിൽ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹിജ്റയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ബദറിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ബദറിന് ശേഷം സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയുടെ സംഭവം, അവർ ഹിജ്റ ചെയ്യുന്ന സംഭവം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം, സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ മനോഹരമായ ഒരുപാട് മഷ്ഹദുകൾ നമുക്ക് കാണാൻ പറ്റും, രംഗങ്ങൾ, സീനുകൾ നമുക്ക് കാണാൻ പറ്റും. ആ സീറത്തുൻ നബിയിൽ വെച്ച് തന്നെ ഏറ്റവും അടിപൊളിയായ, ഏറ്റവും രസമുള്ള, കണ്ടാൽ കോരിത്തരിക്കുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന, നമ്മുടെ മനസ്സൊക്കെ എന്തൊക്കെയോ ആയിപ്പോകുന്ന തരത്തിലുള്ള ഒരു സീന് സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്. അത് പലപ്പോഴും ആ രീതിയിൽ നമ്മൾ വായിച്ചിട്ടില്ല. അതെന്ത് കഥയാണ്, എന്ത് ചരിത്രം? പ്രണയത്തിൻ്റെ ചരിത്രം, ലവിൻ്റെ ചരിത്രം, റിലേഷൻഷിപ്പിൻ്റെ ചരിത്രം, മാരേജിൻ്റെ, ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഊഷ്മളതയുടെ ചരിത്രം, പരസ്പര സ്നേഹത്തിൻ്റെയും ഇഷ്കിൻ്റെയും മൊഹബത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും, ആ ഇഷ്കിന് വേണ്ടി എന്തെല്ലാം തരത്തിൽ ത്യാഗം ചെയ്യാൻ പറ്റുമോ ആ ത്യാഗമൊക്കെ നടന്ന ഒരു വലിയ ചരിത്രം. എന്തായിരുന്നു ആ ചരിത്രം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മകൾ സൈനബിന് റളിയല്ലാഹു അൻഹ വിവാഹപ്രായമായപ്പം വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നത് അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറഞ്ഞ ഒരാളാണ്. അന്ന് ഖുറൈശികളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ വാപ്പയാണ്. വാപ്പ എടുത്ത് വന്ന് അനുവാദം ചോദിച്ചു. വാപ്പ ഞാൻ മകളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മകളുടെ അനുവാദം വേണം. അങ്ങനെ മകളോട് വന്ന് ചോദിച്ചപ്പം അവൾ അതിന് മറുപടിയായിട്ട് അവളുടെ മുഖം ചുവന്നു. ചില അന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പെട്ടെന്ന് നാണക്കേട് കൊണ്ട് ഉത്തരം പറയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ മുഖം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ചില ഫിഖിൻ്റെ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഉത്തരം പറയാണ്ട് അവൾ കരഞ്ഞാൽ ആ കണ്ണുനീര് നിങ്ങൾ തൊട്ടു നോക്കണമെന്നാണ്. എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ വിഷമത്തോടു കൂടിയാണ് കരയുന്നതെങ്കിൽ ആ കണ്ണുനീരിൻ്റെ ചൂടുണ്ടാവും. നിങ്ങൾ പിന്നെ ആ വിവാഹമായിട്ട് മുന്നോട്ട് പോകരുത്. അഥവാ ഇനി സന്തോഷത്തിൻ്റെയും നാണത്തിൻ്റെയും പേരിലാണ് കരയുന്നുണ്ടെങ്കിൽ കണ്ണുനീരിന് ചൂടുണ്ടാവില്ല. അത്രയും അധികം സൂക്ഷിക്കണമെന്ന് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പെൺകുട്ടികളെ തോന്നിയ പോലെ അവരുടെ സമ്മതമൊന്നും ഇല്ലാതെ വിവാഹം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മളൊരു വില്ലന്മാരായിട്ട് മാറിയത്. രക്ഷിതാക്കൾ, വാപ്പന്മാരും ഉമ്മമാരും ഒക്കെ വില്ലന്മാരായിട്ട് മാറി അവരവരുടെ ഇഷ്ടത്തിന് പോകാൻ വേണ്ടി തുടങ്ങിയത്. വാസ്തവത്തിൽ അതൊന്നും ഇസ്ലാമിൻ്റെ തലയിൽ വെച്ച് കെട്ടരുത്. 18 വയസ്സാകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് എവിടെ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അല്ലേ? 18 വയസ്സ് ഒരു സ്ത്രീ 18 വയസ്സായ ഉടനെ അങ്ങനെയല്ല. 18 വയസ്സായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വിവാഹം കഴിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അതിനൊരു നിയമം തടയാൻ പാടില്ല. അതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ വിചാരം എന്താ, രക്ഷിതാക്കളൊക്കെ 18 വയസ്സായി നിർബന്ധിച്ച് അവരെ കെട്ടിയിട്ട് വിട്ടു. അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിന് റളിയല്ലാഹു അൻഹയുടെ അനുവാദം ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു.
അത് അനുവാദമായി എടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിനോട് ഒക്കെ പറഞ്ഞു. അവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു. ഭയങ്കര സ്നേഹവും ഭയങ്കര അല്ലാഹു ബിഹി അലീം എന്ന ചരിത്രത്തിൽ പറയുന്നു. അള്ളാഹിനെ മാത്രമേ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് അറിയുന്നു. അങ്ങനെ ഈ അബുൽ ആസ് വലിയ കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് വേണ്ടി സിറിയയിൽ ഉണ്ടാകുന്ന സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. നുബുവത്ത് കിട്ടിയ ഉടനെ നബി തങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും മുസ്ലിമായി. സൈനബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. വളരെ പ്രതീക്ഷയോടുകൂടി ഭർത്താവിനെ കാത്തിരിക്കുക. യാത്ര കഴിഞ്ഞ് വന്ന പാട് ഭർത്താവിനോട് ഈ വിവരം പറഞ്ഞു. നിങ്ങൾ മുസ്ലിം ആവൂലേ ചോദിച്ചു. പക്ഷെ അള്ളാഹിൻ്റെ പരീക്ഷണം, ഭർത്താവ് മുസ്ലിം ആവാൻ കൂട്ടാക്കിയില്ല. നീ എന്തുകൊണ്ട് എന്നോട് അനുവാദം ചോദിക്കാതെ നീ എന്തിനും മുസ്ലിമായി? ഇനി ഞാനെങ്ങാണ് മുസ്ലിമായ നാട്ടുകാർ പറയൂല. ഭാര്യ മുസ്ലിമായിട്ട് ഭാര്യയെ സൂചിപ്പിക്കാൻ വേണ്ടി ഓന് മുസ്ലിമായി എന്ന് നാട്ടുകാർ പറയൂല. അന്ന് അറബികൾക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു അഭിമാനം വലിയ വിഷയമായിരുന്നു. അപ്പോൾ ഭാര്യയുടെ വാക്ക് കേട്ട് മുസ്ലിമായി എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ സഹിക്കൂല, അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവില്ല. പല വട്ടം ഇവർ ഇസ്ലാമിന് വേണ്ടിയിട്ട് ക്ഷണിച്ചെങ്കിലും അവർ മുസ്ലിം ആയില്ല. പക്ഷെ അന്ന് ഒരു മുസ്ലിമായ സ്ത്രീക്ക് അമുസ്ലിമായ ആളോടൊപ്പം കഴിയുന്നതിൽ വിലക്കില്ലായിരുന്നു. അത് പിന്നീടാണ് ഖുർആൻ ആയത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് എവിടെ താമസിച്ചു? കൂടെ തന്നെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോൾ നബി തങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അബൂലഹബിൻ്റെ 2 മക്കൾ റുഖയ്യയും ഉമ്മു കുൽസൂമിനെ തലാഖ് ചൊല്ലി. ആ സമയത്ത് മക്കത്തെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട എല്ലാവരും കൂടി ഒരുമിച്ച് അബുൽ ആസിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാരിഖ് സാഹിബതക് വനഹ്നു നുസവ്വിജുക അയ്യംറഅത്തിൻ മിൻ ഖുറൈശി ശിഅ്ത. നീ നിൻ്റെ സൈനബിനെ ആരാ പറയുന്നത്? അബൂജഹലിനെ പോലുള്ളവർ, അബൂലഹബിന്, ഉമയ്യത്ത്, ഷൈബത്തിനെ പോലുള്ള വലിയ വലിയ നേതാക്കൾ അബുൽ ആസിനോട് വന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ തലാഖ് കൊല്ലണം. അതിനുശേഷം നീ ഉദ്ദേശിക്കുന്ന ഏത് സ്ത്രീയെയും ഖുറൈശികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിനക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അള്ളാഹുവാണ്, ഒരിക്കലുമില്ല. ഇന്നി ലാ ഉഫാരിഖു സാഹിബത്തി, എൻ്റെ പ്രിയപ്പെട്ടവളെ ഉപേക്ഷിക്കുക തന്നെയില്ല. വമാ ഉഹിബ്ബു അന്ന ലീ ബിംറഅതി ഇംറഅത്തുൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്നുള്ള ഏത് പെണ്ണിനെ തരാമെന്ന് പറഞ്ഞാലും എൻ്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കുക എന്ന് അടിയുറച്ച് പറയാൻ ആർക്ക് ധൈര്യം വന്നു? അത്രയും സ്നേഹം ഉണ്ടായിരുന്നു അബുൽ ആസ്. അങ്ങനെ ഈ അബുൽ ആസ് ഈ സ്നേഹബന്ധമൊക്കെ ഇങ്ങനെ തുടർന്നു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് സമയമായി. കൂട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ ആഴം. സൈനബ് ഭയങ്കര അങ്കലാപ്പിലായി. തൻ്റെ വാപ്പ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ മദീനത്ത് കൂടെ പോകാൻ വേണ്ടി വിളിക്കണം. പക്ഷെ ഭർത്താവ് മുസ്ലിം അല്ല, ഭർത്താവ് വരൂല. ഭർത്താവിനെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്തിട്ടുണ്ടാവും സൈനബ് റളിയല്ലാഹു അൻഹ? നമ്മളൊന്ന് ആലോചിക്കുക, റസൂലുള്ളാഹിനെ വിട്ടിട്ട് സൈനബ് ഇവിടെ നിൽക്കുമോ? എന്തായാലും നിൽക്കൂലല്ലോ. ഉപ്പ എന്നതിലധികം അപ്പുറം റസൂലുള്ളാഹി എന്നുള്ളൊരു ബന്ധമില്ലേ. പക്ഷേ സൈനബ് നബി ഉപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ചോദിച്ചത്, നബി അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ, ഉപ്പ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന്. അതാ പറഞ്ഞു, ആ ഒരു പ്രേമത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ വായിച്ചിട്ടില്ല, ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച് അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കറിയാം ഇവിടെ ഖുറൈശികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, മുസ്ലിമായ എൻ്റെ മകൾ ഇവിടെ താമസിച്ചാൽ അവൾക്ക് പല അപകടങ്ങളും വരാം എന്ന് നബി തങ്ങൾക്കറിയാം. പക്ഷെ എന്നിട്ടും നബി തങ്ങൾ അനുവാദം നൽകി. അനുവാദം നൽകിയത് എന്തുകൊണ്ടായിരുന്നു? എന്തൊക്കെ വന്നാലും എൻ്റെ മോക്ക് ഒരു പോറലും ഏൽക്കാതെ എൻ്റെ പ്യാപ്പിള നോക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, സൈനബിന് ഇങ്ങോട്ട് സ്നേഹമുണ്ട്, അബുൽ ആസിന് തിരിച്ച് അങ്ങോട്ട് സ്നേഹമുണ്ടെന്ന് ആര് മനസ്സിലാക്കി? അതിൽ വലിയ സർട്ടിഫിക്കറ്റ് വേറെ വേണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു, നീ ഇവിടെ നിന്നു എന്ന് പറഞ്ഞു. അപ്പം അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അത്രയും പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കണമെങ്കിൽ അബുൽ ആസിനുള്ള സ്നേഹം റസൂൽ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അങ്ങനെ അബുൽ ആസിൻ്റെ കൂടെ സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ തന്നെ താമസിച്ചു. അപ്പോൾ എപ്പോഴും സൈനബ് റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുമായിരുന്നു, എൻ്റെ ഉപ്പയെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് എപ്പോഴും ദുആ ചെയ്യായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹ ആ ദുആ സ്വീകരിക്കപ്പെട്ടില്ല. ബദറിൻ്റെ രണാങ്കണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾക്കെതിരെ പടപ്പുറപ്പാടുമായി വന്ന് ബദറിൽ വെച്ച് രണാങ്കണം തുടങ്ങിയപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ താല്പര്യമില്ലാതിരുന്നിട്ടും മക്കക്കാർ ആരെയും കൂടി കൂട്ടിയിട്ട് പോയി? അബുൽ ആസ്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മനസ്സിങ്ങനെ ഇടിക്കുക. എന്താ? ഒരു ഭാഗത്ത് മുശ്രിക്കീങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ആരുണ്ട്? ഭർത്താവുണ്ട്. മറുഭാഗത്തോ മുസ്ലിമീങ്ങൾ, തൻ്റെ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഉപ്പയുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഏതായാലും യുദ്ധം നടന്നു. യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾ പരാജയപ്പെട്ടു. ബാക്കിയുള്ള സംഭവം നമ്മൾ മുമ്പിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അബുൽ ആസിനെ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു. ഇനി തടവുകാരെ മോചിപ്പിക്കണം. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞ സംഭവം. തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ തുക ഫിദിയായിട്ട് നൽകണം.
ഖുറൈശികൾ അവരുടെ മക്കളിൽപ്പെട്ട അവരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും ഫിദകൾ ഇങ്ങനെ നൽകി അയച്ചു ഓരോരുത്തരിങ്ങനെ മോചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അബുൽ ആസിന് മാത്രം ഫിദ നൽകാൻ വേണ്ടി ആരും മെനക്കെട്ടില്ല. കാരണം എന്താ, അബുൽ ആസ് പണ്ട് ഇവർ പറഞ്ഞൊരാവശ്യം ചെയ്തിട്ടില്ല, സൈനബിനെ തലാഖ് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് അബുൽ ആസിൻ്റെ വിഷയത്തിൽ മാത്രം ആരും എഫേർട്ട് എടുത്തില്ല. സൈനബിന് ഭയങ്കര വിഷമമായി റളിയല്ലാഹു അൻഹ. സൈനബ് എന്തായി, അവളുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട വിലപ്പെട്ട ഒരു സാധനം ഒരു ചെറിയ പൊതിയിൽ കെട്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു. നബി തങ്ങൾ ഓരോ ഫിദിയ വരുമ്പോൾ ഇതാരുടെ ഫിദിയാണ്, അബുൽ ആസിൻ്റെ ഫിദിയ വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. അവസാനം ഭൃത്യൻ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പൊതി കൊണ്ട് കൊടുത്തിട്ട് ഇത് അങ്ങയുടെ മകൾ തന്നയച്ചതാണ് എന്ന് നബി തങ്ങളോട് പറയും. സംഭവം നമ്മൾ പറഞ്ഞ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊതി ഇങ്ങനെ പതുക്കെ അയച്ചു നോക്കുമ്പോൾ ഫറക്കലഹർക്കത്തൻ ഷദീദാണെന്ന ഹദീസിൽ വന്നിട്ടുള്ള ഇമാം അൽബാനി റഹിമഹുല്ലാഹി പോലുള്ള ഒരു സഹിഹാക്കിയ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറയുന്ന, അറിയാതെ നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞു ആ പൊതിയിലുള്ള സാധനം കണ്ടപ്പോൾ. എന്തായിരുന്നത്, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിയുന്ന സമയത്ത് അവരുടെ ഉമ്മ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വലിയ ബിസിനസ് വുമണാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മൊഞ്ചാകാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന വളരെ വിലപ്പെട്ട ഒരു മാല ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക്. ആ മാല ആ കല്യാണ സമയത്ത് മകൾ സൈനബിന് അവർ ഹദിയായിട്ട് നൽകിയിരുന്നു. സൈനബ് അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ഫിദിയക്ക് വേണ്ടി കൊടുക്കാൻ വേറൊന്നുമില്ല എന്നറിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നിട്ടും അബുൽ ആസിന് വേണ്ടിയിട്ട് സൈനബ് ആ മാല കൊടുത്തയച്ചു. സുബ്ഹാനല്ലാഹ്, അത്രയും വിലപ്പെട്ട മാലയാണ്. അത് തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പാണ്. കാരണം എന്താ, ഈ ഫിദിയ എന്ന് പറഞ്ഞാൽ പൊതുമുതല, റസൂലുള്ളാഹിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തതാണ്. അത് അന്ന് ആലോചിക്കുക, ആ പ്രണയബദ്ധം അത് കൊടുത്തയച്ചു എന്ന് മാത്രമല്ല, ആ സമയത്ത് ഇത് തുറന്നു നോക്കിയ സമയത്ത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ വികാരങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ, എന്തൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഖദീജ ബീവി ഓർമ്മ വന്നിട്ടുണ്ടാവും. ഖദീജ ബീവിയുടെ കാലത്ത് ആ മാല കാണുമ്പോഴേ, ആ മാല ഖദീജ ബീവിയുടെ കഴുത്തിൽ കിടക്കുന്ന രംഗം ഓർമ്മ വന്നിട്ടുണ്ടാവും. ആ ഖദീജ ബീവി നൊന്ത് പ്രസവിച്ച മക്കളെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ. ആ മകളെയും ആ മകളുടെ അവസ്ഥയും ഓർമ്മ വന്നിട്ടുണ്ടാവും. അവളുടെ ആ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫീൽ ആയിട്ടുണ്ടാവും. നിങ്ങൾ കരഞ്ഞു എന്നാ. എന്നിട്ട് അഷ്റഫുൽ ഖൽക്കിൻ്റെ ആ ഗുണം നമ്മൾ നോക്കണം. നിങ്ങൾക്ക് ഒറ്റ കൽപ്പന കൽപ്പിച്ചാൽ മതി, അബുൽ ആസിനെ വിട്ടുകൊടുത്ത് ഈ മാലയെ തിരിച്ചു കൊടുത്തേ എന്ന് കൽപ്പിച്ചാൽ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ വിളിക്കും. എന്നിട്ട് പറയും, ഈ ഫിദിയ നിങ്ങളുടെ സ്വത്താണ്, എൻ്റെ മാത്രം സ്വത്തല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അനുവാദം ഉണ്ടെങ്കിൽ, എല്ലാവരും പൊരുത്തപ്പെടുമെങ്കിൽ അബുൽ ആസിനെ നമുക്ക് വിട്ടുകൊടുക്കാം. ആരെയും വിട്ടുകൊടുക്കാം, ഈ മാലയെ നമുക്ക് കൊടുക്കാം. നിങ്ങൾ സമ്മതിക്കുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ അത്രയും നീതിമാനായിരുന്നു. നബിതങ്ങളുടെ ഇതിനെ എന്താ പറയുക, അധികാരത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിരുന്നില്ല. അതിനെ മുതലെടുപ്പെടുത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഉപയോഗിച്ചിരുന്നില്ല. സഹാബാക്കൾക്ക് രണ്ടാമത് അഭിപ്രായം ഉണ്ടോ റസൂൽ ചോദിച്ചാൽ? എല്ലാവരും സമ്മതിച്ചു പൂർണ്ണ മനസ്സോടെ. അങ്ങനെ അബുൽ ആസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ തിരിച്ചയക്കുമ്പോൾ റസൂൽ ഒരു ഷർത്ത് വെച്ചു. സംഭവം, നിന്നെ ഫിദിയൊന്നും ഇല്ലാതെ ഞങ്ങൾ വിട്ടു, നിന്നെ ഞങ്ങൾ കൊല്ലുന്നില്ല, ഇതാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ തിരിച്ചവിടെ എത്തിയപാട് ഇനിയും ഖുറൈശികളുടെ നാട്ടിൽ, മുശ്രിക്കീങ്ങളുടെ നാട്ടിൽ ഷിർക്കിൻ്റെ കൂടെ എൻ്റെ മകളെ, ഷിർക്കാണല്ലോ ഏറ്റവും വലുത്, പ്രണയബന്ധമൊക്കെ രണ്ടാമതാണല്ലോ വരുന്നത്, ഷിർക്കിൻ്റെ നാട്ടിൽ എൻ്റെ മകളെ നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മകളെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. അബുൽ ആസ് ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചെത്തി. സൈനബിന് ഭയങ്കര സന്തോഷമായി. മാലയും കിട്ടി, ഭർത്താവിനെയും കിട്ടി. ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ല. അവൾ പരിചാരമായിട്ട് എന്താ ചോദിച്ചു. ഇന്നഹൽ ഫിറാഖു യാ ഹബീബത്തി, നമ്മൾ വേർപിരിയാൻ സമയമായി, ഇനി നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ കഴിയില്ല, നിൻ്റെ ഉപ്പയോട് ഞാനൊരു വാക്ക് കൊടുത്തുപോയി എന്ന് പറഞ്ഞു. വീണ്ടും സൈനബിൻ്റെ ജീവിതത്തിലേക്ക് ഇടുത്തിയായിട്ട് ആ ഒരു വാർത്ത വന്ന് പതിക്കുകയാണ്. അങ്ങനെയാണ് തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഹിജ്റ, അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു, ഹിജ്റ ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരനെ ഏൽപ്പിക്കും. ആ സഹോദരൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് അവരെ ഒരു ശത്രു വന്നിട്ട് വണ്ടിയിൽ നിന്ന് താഴെ ഇടുന്നത്. ഗർഭിണിയായിരുന്നു ആ സമയത്ത്. അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം കൊണ്ട് പിന്നെയും 5-8 വർഷം അവർ ജീവിക്കുന്നു. അവസാനം ആ അസുഖം കൊണ്ട് തന്നെയാണ് അവർ മരിക്കുന്നതും. റളിയല്ലാഹു അൻഹ വാർലാഹു. അങ്ങനെ അവർ ഹിജ്റ ചെയ്തു മദീനത്തെത്തി. ശേഷം ഏകദേശം 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 വർഷം, 6 വർഷത്തോളം അവർ മദീനത്ത് കഴിഞ്ഞു ഭർത്താവില്ലാതെ. അല്ലെങ്കിൽ 4 വർഷം, 4, 5, 6 വർഷം കഴിഞ്ഞു. ഏതായാലും 4ൻ്റെ മേലെയാണ്, ഏറ്റവും ചുരുങ്ങിയത് 4 വർഷമെങ്കിലും കഴിഞ്ഞു. ഈ 4 വർഷത്തിനിടയിൽ ഭർത്താവില്ലാതെ അവർ കഴിയുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ ആരുടെ മകളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. യുവതിയാണ്, വലിയ പ്രായമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മകളെ അന്ന് ആരൊക്കെ കല്യാണാലോചന നടത്തിയിട്ടുണ്ടാവും എന്നാലോചിച്ച് നോക്കിയേ. ഈ 4 വർഷം, 1-2 ദിവസമല്ല, 4 അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എടുക്കാം 4 വർഷം എന്ന് വിചാരിച്ചോ. 6 വർഷം എന്ന് സാധാരണ പറയൽ, ഏറ്റവും ചുരുങ്ങിയത് എടുക്കാം 4 വർഷം.
4 വർഷം ഭർത്താവില്ലാതെ ഇവർ കഴിഞ്ഞു. ആരെ പ്രതീക്ഷിച്ചിട്ട്? ഒരു നാൾ എൻ്റെ ഭർത്താവ് അബുൽ ആസ്, എൻ്റെ പ്രിയപ്പെട്ടവൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് മുസ്ലിമായിട്ട് വരും തൊട്ട് അവർ കാത്തു നിന്നു. ആരൊക്കെ വിവാഹാലോചന ആയിട്ട് വന്നിട്ടുണ്ടാവും, ഒരാളുടെ വിവാഹാലോചന അവർ സ്വീകരിച്ചില്ല. എൻ്റെ ഭർത്താവ് വരും എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു സംഭവമാണ് ഇവർ തമ്മിലുള്ള സംഭവം. ചിലപ്പോഴും നമ്മൾ ഖദീജ ബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും, അറിയും. പക്ഷേ ആരെക്കുറിച്ചുള്ള പ്രണയബന്ധത്തെ പറ്റി നമ്മൾ ശ്രദ്ധിക്കില്ല. സൈനബിൻ്റെയും അബുൽ ആസിൻ്റെ ഇടയിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച്. അങ്ങനെ ഏകദേശം പിന്നെ മക്കം ഫത്തഹിന് മുമ്പ്, മക്കം ഫത്തഹ് ഏത് വർഷം നടക്കുന്നത്? 8ാം വർഷമല്ലേ? അപ്പം മക്കം ഫത്തഹിന് മുമ്പ് ഈ ഖുറൈശികളുടെ മുഴുവൻ സമ്പത്തുകളുമായിട്ട് ഈ അബുൽ ആസിൻ്റെ കച്ചവട സംഘം യാത്ര പോവുക ഷാമിലേക്ക്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഒരു സൈന്യം ഇവരെ പിടികൂടുകയും അതിൽ സമ്പത്തുകൾ മുഴുവനും, മുസ്ലിമീങ്ങളുടെ തന്നെ പഴയ സമ്പത്തുകളാണല്ലോ ഇതൊക്കെ, സമ്പത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്തു. അബുൽ ആസ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് ഓടി അദ്ദേഹം നേരെ എവിടെയാണ് വന്നത്? രാത്രിയിൽ മദീനത്തേക്കാണ് വന്നത്. രാത്രിയുടെ ഇരുളിൽ അദ്ദേഹം തപ്പിപ്പിടിച്ച് സ്വന്തം ഭാര്യയുടെ വീട് കണ്ടെത്തി. ടക്ക് 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 എന്ന് പറഞ്ഞ് മുട്ടി. ആരാ? ഞാൻ അബു അലിയാന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുനിയത്ത്. ഞാൻ അബുൽ ആസാണ്, അബുൽ ആസ്. ഭയങ്കര സന്തോഷമായി സൈനബിന്. അത് അജിത്ത മുസ്ലിമൻ, നീ മുസ്ലിം ആയിട്ടാണോ വന്നത്? ഇസ്ലാം സ്വീകരിച്ചോ? എന്നെ സ്വീകരിക്കാനാണോ? ഭയങ്കര സന്തോഷത്തോടുകൂടി വാതിൽ തുറന്നു. നോക്കുമ്പോൾ സന്തോഷമല്ല, മുസ്ലിമായിട്ടല്ല വന്നത്, സാധാരണ രീതിയിലുമല്ല, പിന്നെയോ രാജ്യശത്രുവായിട്ടാണ് വന്നത്, രാജ്യദ്രോഹിയായിട്ടാണ് വന്നത്. മുസ്ലിമീങ്ങളുടെ സൈന്യത്തോട് യുദ്ധം ചെയ്തിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് വന്നത്. ആകെപ്പാട് ബേജാറായി. പക്ഷേ ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബുൽ ആസിനോട് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട, ബുദ്ധിമുട്ടണ്ട, ബേജാറാകണ്ട, നിങ്ങളിവിടെ നിന്നോ, ഞാൻ നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി തരാം. അങ്ങനെ രാവിലെ സുബഹി നമസ്കാരം നടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയപ്പം പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, അയ്യുഹന്നാസ് അന സൈനബ് ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് അജർതു അബൽ ആസ് ഫഅജീറൂഹു. ആലോചിച്ച് നോക്കണേ, ആരാ ഇമാം വെക്കുന്നത്? റസൂലുള്ളാഹി, ഉപ്പയാണ്. എത്ര ധൈര്യമാണ് സൈനബ് റളിയല്ലാഹു. ഉപ്പ എന്തായാലും ദേഷ്യം പിടിക്കുമെന്ന് അറിയാം. കാരണം എന്താ? ഇയാൾ ശത്രുവല്ലേ. ഈ ശത്രുവിന് ഉപ്പാനോട് ചോദിക്കാണ്ട്, ഉപ്പാൻ്റെ അനുവാദം ഇല്ലാതെ ആ പ്രണയബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെയും പേരിൽ മാത്രമാണ് പള്ളിയിൽ വെച്ചിട്ട് എല്ലാ സഹാബാക്കളുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒച്ചത്തിൽ ഇവർ വിളിച്ചു പറയും അല്ലാഹു അക്ബർ. അതാ ഞാൻ സ്നേഹമെന്ന് പറഞ്ഞത്, അതാ ഞാൻ പ്രണയമെന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറായി. 2-3 പ്രാവശ്യം ഒച്ചത്തിൽ ഇത് വിളിച്ചു പറഞ്ഞു. സലാം വീട്ടിയവാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് തിരിച്ചു ചോദിച്ചു, ഹൽ സമഅതും മാ സമഅത്, ഞാൻ കേട്ടത് നിങ്ങളും കേട്ടോ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. പെട്ടെന്ന് റസൂൽ എണീച്ചിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ അലിംതു ബിശൈഇൻ മിൻ ദാലിക് ഹത്താ സമഅതു മാ സമഅതുമു. ഇത് ഞാനും ഓളും തമ്മിൽ രാത്രി മശൂറ ചെയ്തിട്ട് തീരുമാനിക്കുന്ന കള്ളക്കളിയൊന്നല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കില്ല. റസൂലുള്ളാഹിക്ക് അത് പേടി. ഇവർ ഉപ്പയും മോളും രാത്രി തീരുമാനിച്ചു, ഞാൻ കൈ കെട്ടും, അപ്പോൾ നീ ബാക്കിൽ നിന്ന് ഒച്ചപ്പാടാക്കണം, അപ്പോൾ ഞാൻ പറയും എല്ലാവരും കേട്ടില്ല, എൻ്റെ മോളാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പോലും റിസ്ക് ആയിട്ട് എടുത്തിട്ടാണ് സൈനബ് റളിയല്ലാഹു അൻഹ വന്നിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് വക്കാലത്ത് ഓടിക്കുന്നത്. ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? കാരണം മുനാഫിക്കീങ്ങളുണ്ട് കുത്തിത്തിരിപ്പാക്കാൻ വേണ്ടി. അവരെവിടെ ഉണ്ട്? ഫസ്റ്റത്തെ സഫിൽ നിൽക്കുന്നുണ്ട്. അവരെന്തായാലും കുത്തിത്തിരിപ്പാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെയുള്ള റിസ്ക് ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട്, ആ പ്രണയത്തിന് വേണ്ടിയിട്ട്, ആ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ അതിനൊക്കെ മറന്ന് ഉപ്പാൻ്റെ സന്നിധിയിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവനാണെങ്കിലും ഒരാൾക്ക് അഭയം നൽകിയാൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരും അഭയം നൽകണമെന്നാണ് പൊതു നിയമം. എൻ്റെ മകളായതുകൊണ്ട് പറയല്ല. അതുകൊണ്ട് പൊതു നിയമം അനുസരിച്ച് ഒരു മുസ്ലിം ഒരാൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളും അയാൾക്ക് അഭയം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഭയം കൊടുത്തു. പക്ഷേ അടുത്തൊരു വിഷയമുണ്ട്. അബുൽ ആസ് വന്നിട്ടുള്ളത് മക്കക്കാരുടെ സാധനമായിട്ടാണ്. അപ്പോൾ അബുൽ ആസിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, റസൂലെ പറ്റുമെങ്കിൽ ആ സമ്പത്ത് എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിനി സമ്പത്തില്ലാതെ തിരിച്ചു പോയാലോ, എല്ലാവരും എന്നെ കള്ളനാക്കൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു സൈന്യത്തിൻ്റെ അടുക്കലേക്ക് പോയി. അത് അവരുടെ സമ്പത്താണല്ലോ. അവരോട് സംസാരിച്ചു. ഏതുപോലെ? നേരത്തെ മാലയുടെ വിഷയം സംസാരിച്ചതുപോലെ അവരോട് സംസാരിച്ചു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണെങ്കിൽ എൻ്റെ മരുമകന് വേണ്ടിയിട്ട് ഈ സമ്പത്ത് നിങ്ങൾ നൽകണം. കാരണം അദ്ദേഹം എല്ലാ വാക്കുകളും പാലിച്ച സത്യസന്ധനായ ഒരാളാണ്. ആ സത്യസന്ധതയ്ക്ക് നമ്മൾ തിരിച്ച് പകരം കൊടുക്കണ്ടേ എന്ന് സംസാരിക്കുകയും ആ സമ്പത്ത് മുഴുവൻ, അങ്ങനെ സമ്പത്തൊക്കെ കിട്ടി. ഇത്രയും വലിയ റിസ്ക് എടുത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ആരെ സഹായിച്ചു? തൻ്റെ ഭർത്താവിനൊക്കെ സഹായിച്ചു. ഭർത്താവ് ആ സമ്പത്തും കൊണ്ട് അവസാനം യാത്ര പറയാൻ വേണ്ടി ഭാര്യയുടെ അടുത്ത് വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി സൈനബ് റളിയല്ലാഹു അൻഹ മുഖത്ത് നോക്കുക, ഇനിയെങ്കിലും ഒന്ന് മുസ്ലിമായി എൻ്റെ കൂടെ വരുമോ, നമുക്കൊന്ന് ഒന്നിച്ച് താമസിച്ചൂടെ? ഖദ് താലൽ ഫിറാഖു യാ ഹബീബി,
എത്ര നാളായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിപ്പ് ഇങ്ങനെ നീളുകയാണല്ലോ എന്നവർ പറഞ്ഞു എന്നാ. പക്ഷേ അതിനൊന്നും പരിഗണിക്കാതെ അബുൽ ആസ് അതിനെ മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞടന്നു. മുസ്ലിമായില്ല, സാധനങ്ങളൊക്കെ എടുത്തൊരു അറ്റപ്പോക്ക്. എന്നാലോചിച്ച് നോക്കി, ആ മഹദിയുടെ ഹൃദയം എത്രമാത്രം നൊമ്പരപ്പെട്ടിട്ടുണ്ടാവും, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അയാൾ തിരിച്ചടന്നു. എന്നിട്ട് നേരെ മക്കത്തെത്തിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കേണ്ട എല്ലാ സമ്പത്തുകളും കൊടുത്തു. എല്ലാവർക്കും ഞാൻ തന്നില്ലേ, ആരോടും ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ലല്ലോ, എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയില്ലേ, കിട്ടി. എന്നാൽ പിന്നെ ഇതാ, ഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഞാൻ നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമായി എന്ന് നിങ്ങൾ പറയരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ തരാനുള്ളതൊക്കെ തന്ന് പൂർത്തിയാക്കി ഇതാ ഞാൻ മുസ്ലിമായി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓടി അങ്ങോട്ടേക്ക് വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്നു, മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ റിക്വസ്റ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്? ഇന്നി ഉരീദു അൻ ഉറാജിഅ സൈനബ്, എനിക്ക് സൈനബിനെ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് റസൂലേ. നബി തങ്ങൾക്ക് സന്തോഷമായി. നബി തങ്ങൾ അബുൽ ആസിൻ്റെ കൈ പിടിച്ച് നേരെ സൈനബിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താ റീയൂണിയൻ എന്തോ പറയുമല്ലോ നമ്മൾ, രണ്ടാമത് അവർ യോജിക്കാൻ വേണ്ടി പോവാ. വാതിൽ മുട്ടി, മകളെ ഇതാ അബു അലി വന്നിട്ടുണ്ട്, മുസ്ലിമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇനി മുതൽ നിൻ്റെ കൂടെയായിരിക്കും അവർ താമസിക്കുക എന്ന് പറഞ്ഞു. ഹലാലായ പ്രണയത്തിന്, ഹലാലായ ഇഷ്ടത്തിന് അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. കുറച്ച് കാത്തിരിക്കേണ്ടി വന്നാലും ഹലാലായതിന് മാത്രമേ സൗന്ദര്യം ഉണ്ടാവൂ. ഹലാലായ ഇഷ്ടത്തിന് മാത്രമേ അതിൻ്റെ, അല്ലെങ്കിൽ ബാക്കി മറ്റേത് ഭയങ്കര ടെൻഷനാണ്. ദുനിയാവിലും ടെൻഷനാണ്, ആഖിറത്തിലും ടെൻഷനാണ്, നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഹലാലായതാണെങ്കിലോ കുറച്ച് കാത്തിരിക്കേണ്ടി വരും, കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും, പക്ഷേ അതിനതിൻ്റേതായ സൗന്ദര്യവും ആസ്വാദനവുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ യോജിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണം പല രീതിയിലാണ് വരുന്നത്. വെറും ഒറ്റ വർഷം മാത്രമേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. ഹിജ്റ 8-ാം വർഷം അവസാനമാകുമ്പോഴേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി. എത്ര വർഷം അവർ ജീവിച്ചിട്ടുള്ളൂ? 4 വർഷം അല്ലെങ്കിൽ 6 വർഷം കാത്തു നിന്നു. അതിനുശേഷം അവർ ഒന്നിച്ചു. പക്ഷെ ഒന്നിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വിളിച്ചു. നിങ്ങളെല്ലാവരും ഉപ്പാടെ ഉമ്മയുടെയും കൂടെ നിന്നിട്ട് കൊതി തീരാതെ ഇവിടെ വന്ന് താമസിക്കുന്നവരാണല്ലോ ഹോസ്റ്റലിൽ. നമുക്കൊരുപാട് ആഗ്രഹമുണ്ടല്ലോ. എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പഠിച്ചു പോയ പാടുള്ള ഒരു കുട്ടി എന്താണ് അടുത്ത പഠിക്കാൻ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു വാക്ക് ഭയങ്കര മനസ്സിൽ തട്ടിപ്പോയി. ചെറുപ്പം മുതലേ ഹോസ്റ്റലിലാണ്, ഒരു കൊല്ലെങ്കിലും ഉപ്പാൻ്റെ ഉമ്മാരുടെ പെങ്ങളപ്പുറം നിൽക്കണ്ടേന്നാണ് ചോദിച്ചത്. വല്ലാത്തൊരു ഇതാണ്. പക്ഷെ നമ്മൾ ബേജാറാവേണ്ട, ദുനിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ. ഒരുപാട് ഒന്നിച്ചു ചേരൽ, ഒരുപാട് വേർപാട്, ഒരുപാട് വേദന, നൊമ്പരം. നമ്മൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഉപ്പ, ഉമ്മ, ഭാര്യ, അങ്ങനെ പലരോടും നമുക്ക് വേർപിരിയേണ്ടി വരും. പലരും നമ്മളെ വിട്ടുപോകും. അതാണ് ദുനിയാവ്. കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്ക് വരെ പൂതി തീരുന്നത് വരെ ഇവിടെ ജീവിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് സ്വന്തം മകനെ, അല്ലേ, 2 ആൺമക്കളെ പൂതി തീരുന്നത് വരെ വാത്സലിക്കാനും പൊന്നരിക്കാനും സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് സാധിക്കും? അതുകൊണ്ട് ബേജാറാവേണ്ട, വിഷമിക്കേണ്ട. ദുനിയാവെന്ന് പറഞ്ഞാൽ അതന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് മകൾ മരിച്ചു, അല്ലെങ്കിൽ ഈ സൈനബ് റളിയല്ലാഹു അൻഹ മരിച്ചു. അബുൽ ആസിനെ താങ്ങാൻ കഴിയാത്ത വിഷമം എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വന്ന് അബുൽ ആസിനെ സമാധാനിപ്പിക്കുമായിരുന്നു എന്നാണ്. അതിനുശേഷം ഹിജ്റ 12-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അബുൽ ആസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇതാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. അതിനുശേഷമുള്ള മകൾ ഏതാ? റുഖയ്യ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നത് മദീനത്ത് വരുമ്പോഴാണ് അവർ മരണപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള മകളാണ് ഉമ്മു കുൽസും. അവരും ആരെ വിവാഹം കഴിച്ചത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. പിന്നെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവരും അലി റളിയല്ലാഹു അൻഹു ആയിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ എന്താ പറയാനുള്ളത്? അടുത്ത ക്ലാസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ വീടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മരണം വരെ ആ വീട്ടിലാണ് താമസിച്ചതെന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന ആ വീട്ടിൻ്റെ ഉള്ളിൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു എന്നതിലേക്കാണ്. അതേപോലെ ആദ്യം നമ്മൾ പറയും ഖദീജ ബീവി എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതെന്ന് പറയും. രണ്ടാമത് നമ്മൾ പറയുക ആ സ്നേഹം റസൂലുള്ളാഹി റീപേ ചെയ്തത്, തിരിച്ചു കൊടുത്തത് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എന്തിനെക്കുറിച്ച് തന്നെ പറയേണ്ടത്? വിവാഹത്തെക്കുറിച്ച്, കല്യാണത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച്, ഇഷ്കിനെക്കുറിച്ച്, മുഹബത്തിനെക്കുറിച്ച്, അതിൻ്റെയൊക്കെ ഹലാലായ വെർഷനെക്കുറിച്ചാണ് നമുക്കിനിയും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിന് എപ്പോഴാണ്?
എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഇതേപോലെ തന്നെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവേശത്തോടുകൂടി എല്ലാവരും പങ്കെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.